പല്ലുവേദനയോ? ആ പല്ലങ്ങ് പറിച്ച് കളഞ്ഞാൽ പോരെ? ഈ ഒരു ചോദ്യം ഒരു പക്ഷേ നിങ്ങളും ലൈഫിൽ കേട്ടിട്ടുണ്ടാവാം. പോരാ, ആ പല്ല് പറിച്ച് കളഞ്ഞാൽ പോരാ. പല്ലിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ഒരു പല്ല് നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ സംസാരിക്കാൻ സഹായിക്കുന്നതിന് പല്ലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. കവിളിൻ്റെ പേശികളെ സ്ഥിരമായ ഒരു പൊസിഷനിൽ നിലനിർത്തുന്നതിന് പല്ലിന് റോളുണ്ട്. ഇത് രണ്ടിനും ഉപരിയായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്താണ്? ആഹാരം നന്നായി വൃത്തിയായി ചവച്ചരച്ച് കഴിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പല്ലുകളാണ്. ഇങ്ങനെയുള്ളൊരു പല്ലിനെ നമ്മൾ വേദന ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എടുത്തു മാറ്റേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യണോ? അങ്ങനെ ചെയ്യാമോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 മുതൽ 7 വരെയുള്ള പല്ലുകൾ, അങ്ങനെ 4 സൈഡിലായിട്ട് ഉള്ള ഈ ഒരു പല്ലുകൾ നമുക്ക് ആവശ്യമുള്ള പല്ലുകളാണ്. 8ാമത്തെ പല്ല്, വിസ്ഡം ടീത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന 8ാമത്തെ പല്ല് നമുക്കൊരു ബുദ്ധിമുട്ട് തരികയാണെങ്കിൽ, വേദനയോ ബുദ്ധിമുട്ടോ എല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുന്നതിൽ തെറ്റില്ല. അങ്ങനെ വേദന ഉള്ള ഒരു പല്ല്, അത് ചവയ്ക്കാൻ സഹായിക്കുന്ന ഒരു പൊസിഷനിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 മുതൽ 7 വരെയുള്ളൊരു പല്ലിലാണ് വേദന വരുന്നതെങ്കിൽ നമുക്ക് ആ പല്ലിനെ എന്ത് ചെയ്യാൻ പറ്റും? റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ചികിത്സാ രീതി ഉപയോഗിച്ച് പല്ലിൻ്റെ വേദനയ്ക്കുള്ള കാരണം മനസ്സിലാക്കി ആ കാരണം മാറ്റി പല്ലിനെ ഇനിയും കൂടുതൽ വർഷങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അല്ലാത്ത അവസ്ഥയിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാൻ പറ്റില്ല എന്ന് ഡെൻറ്റിസ്റ്റ് പറയുന്നൊരവസ്ഥയിലാണെങ്കിൽ മാത്രം നിങ്ങൾ ആ പല്ല് എടുത്തു മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് പല്ലിൻ്റെ അത്രത്തോളം സ്ട്രക്ചർ ഇല്ല, പല്ലിൻ്റെ വേര് 2ആയിട്ട് പിരിയുന്ന ഭാഗത്ത് വരെ എത്തി നിൽക്കുന്ന പോടാണെങ്കിലൊക്കെ, അല്ലെങ്കിൽ വളരെയധികം ഇൻഫെക്ഷനുള്ള പോടൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. ആ ഒരു അവസ്ഥയിൽ പലരും ഡെൻറ്റിസ്റ്റുകൾ പല്ലെടുത്ത് കൊടുക്കാറുണ്ട്. ആ ഒരു പല്ല് എടുത്ത സ്ഥലത്ത് വേറൊരു പല്ല് വയ്ക്കേണ്ട ആവശ്യം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? പല്ല് എടുത്ത ഭാഗത്ത് പല്ല് റീപ്ലേസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നത്? ആ ഒരു ഭാഗത്ത് നേരെ ഓപ്പോസിറ്റുള്ള, നമ്മളിപ്പോൾ ഓപ്പോസിറ്റുള്ള പല്ലുകൾ തമ്മിലൊരു കോണ്ടാക്റ്റിലാണല്ലോ ചവ നടക്കുന്നത്. ഈ ഒരു ചവയിൽ ഒരു ആളില്ലെങ്കിൽ എന്ത് പറ്റും? നേരെ ഓപ്പോസിറ്റുള്ള ആർച്ചിൽ കാണുന്ന പല്ല് ക്രമേണ ഒരു 3-4 വർഷങ്ങൾ മുതൽ ഒരു 7-8 വർഷങ്ങൾ കൊണ്ട് ഈ പല്ല് കുറേശ്ശെ പുറത്തേക്ക് നീണ്ടു വരും. അതിനെ സുപ്രാ എറപ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിൽ പല്ല് പുറത്തേക്ക് മുളച്ച് വരുമ്പോൾ പല്ലിൻ്റെ വേരിൻ്റെ ഭാഗം പുറമേ ദൃശ്യമാകും. ആ ഒരു ഭാഗത്ത് ഇനാമൽ എന്നുള്ള ആവരണമില്ല. പേഷ്യൻറ്റിന് അവിടെ സെൻസിറ്റിവിറ്റി എന്നുള്ള ബുദ്ധിമുട്ട് തുടങ്ങുകയാണ്. അതേസമയം പല്ല് പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ചവയുടെ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പല്ലില്ലാത്തൊരു സ്ഥലത്ത് നിന്നും പല്ലുള്ളൊരു സ്ഥലത്തേക്ക് മാത്രം ചവ കേന്ദ്രീകരിക്കും. ഈ ഒരു സമയത്താണ് അടുത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സൈഡ് കൊണ്ട് മാത്രം ചവയ്ക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സൈഡിലുള്ള മാത്രം പേശികളുടെ ദൃഢതയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഈ താടിയെല്ല് സ്ഥിതി ചെയ്യുന്നത് TMJ, ടെമ്പറോ മാൻഡിബുലർ ജോയിൻ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ജോയിൻറ്റിലാണ്. ഈ ഒരു ജോയിൻറ്റിനും ഒക്കെ കാലക്രമേണ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതേസമയം തന്നെ പല്ല് ഇല്ലാത്ത ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ പല്ല് ഇല്ലാത്ത ഒരു പോർഷൻ്റെ 2 വശങ്ങളുമായുള്ള നാച്ചുറൽ ടൂത്ത് സ്ലോലി ക്രമേണ ഈ മിസ്ഡ് ആയിട്ടുള്ള പല്ലിൻ്റെ ഭാഗത്തേക്ക് ചരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ചരിഞ്ഞ് വരുന്നതിൻ്റെ ഭാഗമായി ഈ ഒരു പല്ലുകളുടെയും വശങ്ങളിലായിട്ട് ഫുഡ് കയറിയിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഫുഡ് ലോഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടാകുന്നു. അവിടെ കാലക്രമേണ പോടുണ്ടായിട്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പല്ല് മാക്സിമം എടുത്ത് മാറ്റാതിരിക്കുക. അഥവാ എടുത്ത് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് ഡെൻറ്റിസ്റ്റ് പറയുകയാണെങ്കിൽ മാത്രം എടുത്ത് മാറ്റിക്കുക. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തുള്ള മുറിവ് ഉണങ്ങിയതിന് ശേഷം പല്ല് നിർബന്ധമായും റീപ്ലേസ് ചെയ്യണം. എങ്ങനെയാണ് പല്ല് റീപ്ലേസ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മുടെ അടുത്തൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും.